പൊന്നുമോനെ, ഞങ്ങളുടെ പൊന്നുണ്ണിയാ. ഞങ്ങളെല്ലാവരും ഇത്രയും നിലയിലല്ല എത്തിച്ചത്. സന്തോഷം. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ആർമിയിലേക്ക് സെലക്ഷൻ ആയി നിൽക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ എക്സാമും എൻ്റെ ഫിസിക്കലും എല്ലാം നോക്കിയ എൻ്റെ FPT ആണ്. FPTയോട് എനിക്ക് വളരെ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. അപ്പം 90 കിലോ ഉണ്ടായിരുന്ന ആദർശിൽ നിന്നും ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ എനിക്കിപ്പോ 71 കിലോയിലോട്ട് നമ്മുടെ AFPT ആണ് എത്തിച്ചതല്ലേ? അത് മാത്രമല്ല നല്ലൊരു പൊസിഷനിലേക്കും AFPT എത്തിച്ചേക്കുവാണ് ആദർശിനെ. ട്രെയിനിങ് പ്രത്യേകം പറഞ്ഞേ പറ്റത്തുള്ളൂ. എത്ര തടിയന്മാര് പിള്ളേരെ അവരുന്നതായിട്ട് ഓടിച്ച് സാറിന്റെ തെളിവോട്ട് നന്നായിട്ട് അത് പോകുന്നുണ്ട്. നല്ലതാണ് പിള്ളേർ. ഞാൻ പിള്ളേരൊക്കെ പറയാം, നിങ്ങൾ അവിടെ പോകാൻ പറയാറുണ്ട്. നല്ല കോച്ചിങ് ആണ്, നന്നായിട്ട് പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് AFPTയിൽ നിന്നും ആർമി GDയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ആദർശിന്റെ വീട്ടിലേക്കാണ്. ആ ഒരു സന്തോഷം ആദർശിന്റെ കുടുംബവുമായി പങ്കുവെക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. यही रास्ता है तेरा, तूने अब जाना है. ഇനി നമുക്ക് ആദർശിന്റെ കുടുംബത്തെ പരിചയപ്പെടാം. അതോടൊപ്പം AFPTയെ കുറിച്ച് ആദർശിന്റെ കുടുംബത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത്, അതേപോലെ ആദർശിനും എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പൊ ആദർശം നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം. ശരി. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ ചേട്ടനാണ്. ഓക്കെ. ഇതെന്റെ അമ്മ, ഇതെന്റെ വല്യമ്മ, ഇതെന്റെ അമ്മൂമ്മ. ഓക്കെ. നമസ്കാരം സാർ. എന്താണ് സാറിന്റെ പേര്? എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഓക്കെ. സാർ എന്ത് ചെയ്യുന്നു? ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ എന്റെ ഏരിയ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ. മോനോ? കുറെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ. ഓക്കെ. മോന്റെ പേര്? ഞാനിവിടെ ജാമ്നഗറിൽ വർക്ക് ചെയ്യുക, ക്വാളിറ്റി എഞ്ചിനീയർ തന്നെ. ഓക്കെ. അമ്മ ഹൗസ് വൈഫ് ആണോ? വല്യമ്മയോ? ഓക്കെ. അമ്മയോട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആണോ? എവിടെയായിരുന്നു? ഓ, ശരി ശരി. മോനെ മെക്കാനിക്കൽ എഞ്ചിനീയറാണേ. അവന്റെ ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ അവിടെ കായംകുളത്ത് അന്വേഷിച്ചു. അവന് MEP ചെയ്യണമെന്ന് പറഞ്ഞു. MEP അതുപോലെ ക്വാളിറ്റി കൺട്രോളും കൂടെ ചെയ്യണം. ഇഞ്ചിനീയർമാർക്ക് അതൊരു ഗുണമാണ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത് അന്വേഷിച്ച് ഇങ്ങനെ കായംകുളം നടന്നപ്പോഴാണ് ഈ സ്ഥാപനം വളരെ യാദൃശ്യമായിട്ട് കാണുകയാണ് AFPT. അപ്പൊ ഇദ്ദേഹം മോനെ പറഞ്ഞത് നമുക്കെന്ന് അവനെ പട്ടാളത്തിൽ വിട്ടാലെന്താ എന്ന് വെച്ചാൽ താല്പര്യമുണ്ടല്ലോ. അങ്ങനെ അത് കണ്ടോണ്ട് അങ്ങോട്ട് കയറി അവിടെ കയറി അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ 2021 കൊറോണ നല്ല അതിന്റെ ക്ലൈമാക്സ് നിൽക്കുന്ന സമയമാണ്. അവിടെ ചെന്ന് കയറി സാറ് പറയുന്ന വിട്ടോളം പറഞ്ഞു. പിന്നെ കൂട്ടി ചെന്ന് കഴിച്ചിട്ട് നല്ല തൂക്കമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ 2 വർഷം ഇരുന്ന് ഭക്ഷണം നന്നായിട്ട് കഴിച്ച് വേറെ വ്യായാമങ്ങളൊന്നും ഇല്ല. പിള്ളേർക്ക് കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നു തൂക്ക് നോക്കിയപ്പോ സാറ് നോക്കിയപ്പോ 91-92 കിലോ ഉണ്ട്. സാറ് കുഴപ്പമൊന്നും നീ എന്തോ ഭക്ഷണം കഴിച്ചു അതുപോലെ കഴിച്ചോളൂ. അങ്ങനെ പിന്നെ ദിവസം പിന്നെ സ്വഭാവമാക്കി. അതിനിടയ്ക്ക് അവന് BCom ഇവിടെ കിട്ടിയായിരുന്നു. BCom വിത്ത് ടൂറിസം എറണാകുളത്തല്ല പെരുമ്പാവൂര്. ഞാൻ പറഞ്ഞു പോയി ചേരാൻ. അപ്പൊ അവന് താല്പര്യമില്ല. അപ്പൊ അവന് കായംകുളത്തൂടെ പോകാൻ പറ്റിയ കോഴ്സ് പറ്റത്തുള്ളൂ. ചെങ്ങന്നൂര് പോയി ചേർന്നു BCAക്ക്. BCAക്ക് ചേരുമ്പോഴും അവൻ മിക്കവാറും താല്പര്യം കൂടുതൽ ഇങ്ങോട്ട് വരാനാണ്. അവൻ അവിടെ പിന്നെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്തു. അവൻ ചെല്ലാത്ത ദിവസത്തെ ക്ലാസ് പിന്നീട് അവർ എടുത്തു കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ AFPT തന്നെ പോകുന്നതാണ് എന്നും താല്പര്യം. ഇപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് പറ്റത്തില്ല. ഞാൻ പറയുന്നത് പോകണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. സാർ എന്നെ നോക്കിയിരിക്കുക, സാറിന്റെ കണ്ണിലുണ്ടിയാ ഞാൻ. രാവിലെ എത്ര മണിക്കാ സാറേ ഇവിടുന്ന് ഇറങ്ങുന്നത്? സാധാരണ ഇതിലൊരു 5:45 ഇറങ്ങും. 5:45 ഇറങ്ങിയാൽ അവിടെ 6 മണിക്കൊരു വണ്ടിയുണ്ട്. അത് ഡയറക്റ്റ് അങ്ങ് ഇറങ്ങാം, കായംകുളത്ത് എത്തും. അപ്പം 90 കിലോ ഉണ്ടായിരുന്ന ആദർശിൽ നിന്നും ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ എനിക്കിപ്പോ 71 കിലോയിലോട്ട് നമ്മൾ AFPT ആണ് എത്തിച്ചതല്ലേ? അത് മാത്രമല്ല നല്ലൊരു പൊസിഷനിലേക്കും AFPT എത്തിച്ചേക്കുവാണ് ആദർശിനെ. ട്രെയിനിങ് പ്രത്യേകം പറഞ്ഞേ പറ്റത്തുള്ളൂ. എത്ര തടിയന്മാര് പിള്ളേരെ അവരുന്നതായിട്ട് ഓടിച്ച് സാറിന്റെ തെളിവോട്ട് നന്നായിട്ട് അത് പോകുന്നുണ്ട്. നല്ലതാണ് പിള്ളേർ. ഞാൻ പിള്ളേരൊക്കെ പറയാം, നിങ്ങൾ അവിടെ പോകാൻ പറയാറുണ്ട്. നല്ല കോച്ചിങ് ആണ്, നന്നായിട്ട് പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും. എന്റെ മോന് ഇന്ത്യൻ ആർമിയിലേക്ക് ജോലി നേടിക്കൊടുക്കാൻ സഹായിച്ച AFPTയുടെ ട്രെയിനിങ് തന്നെയാണ്. ആ AFPTക്ക് പൂർണ്ണമായിട്ട് സജ്ജമാക്കിയ എല്ലാ FPT പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കും. ഞങ്ങളുടെ മോനെ ആദർശിനെ ഇത്രയും നല്ല എല്ലാ കാര്യത്തിൽ എത്തിച്ചതിന് AFPTയോടെ അതിയായ കടപ്പാടുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ എൻ്റെ ഏജ് ഓവർ ആയതുകൊണ്ട് തന്നെ പിന്നെ നോക്കുമ്പം നമ്മുടെ അനീഷാർ ഇതുപോലെ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കും, പിന്നെ ഏജ് ഓവർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ അവനോട് റെക്കമെൻഡ് ചെയ്ത് ഇതുപോലെ AFTP പോകാൻ പറഞ്ഞു.
അതിപ്പം ഞാൻ അതുപോലെ എഞ്ചിനീയറിംഗ് ഭാഗത്ത് തന്നെ ചൂസ് ചെയ്യപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ ക്വാളിറ്റി അവിടെ നോക്കാൻ വന്നപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു FPT ചേർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു. അത് ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതെ, പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുണ്ണിയാ. പൊന്നുണ്ണി എന്നാ എല്ലാരും വിളിക്കുന്നത്. ഞങ്ങളും അങ്ങനെ പൊന്നുണ്ണി മോനെ എന്നാ വിളിക്കുന്നത്. പൊന്നുണ്ണിയാ. നിങ്ങളെല്ലാവരും ഇത്രയും നിലയിലല്ല എത്തിച്ചത്. സന്തോഷം. വളരെ നന്ദിയുണ്ട്. ആദർശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദർശ് നമ്മളുടെ കായംകുളം AIPTയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 93 കിലോ ആയിരുന്നു വെയിറ്റ്. അപ്പൊ ഈ 93 കിലോ വെയിറ്റ് ആയപ്പോൾ എന്നോട് ആദർശ് പറഞ്ഞു, സാറേ ഞാനിനി ആഹാരം കുറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ആഹാരത്തിന് മോൻ കുറവ് കാണിക്കണ്ട, മോൻ മുടങ്ങാതെ ട്രെയിനിങ്ങിന് വരണം, അത് മതിയെന്ന് പറഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങിയില്ല. സാറ് പറഞ്ഞു മുടങ്ങിയാൽ ബുദ്ധിമുട്ട് വരും. അങ്ങനെ നിരന്തരം ട്രെയിനിങ് എടുത്ത് 6 മാസം ആയപ്പോൾ 4 കിലോ കുറഞ്ഞു. കുറഞ്ഞപ്പോൾ വീണ്ടും രക്ഷിതാവ് എനിക്ക് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറേ ഇവന്റെ ശരീരസ്ഥിതി കണ്ടോ, ഇവന് ആർമിയിലോട്ട് പറ്റുമോ? ഞാൻ പറഞ്ഞ് അവൻ ട്രെയിനിങ് എടുക്കട്ടെ. അപ്പൊ വീണ്ടും ട്രെയിനിങ് എടുത്തു. കറക്റ്റ് 1 വർഷം ആയപ്പോൾ 9 കിലോ കുറഞ്ഞു. പിന്നെ പതുക്കെ വർക്കൗട്ട് എടുത്തു തുടങ്ങി. ഫസ്റ്റ് ചാൻസിൽ തന്നെ ആദർശ് ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇത് AIPT ആദർശിന് ജോലി വാങ്ങിച്ചു കൊടുത്തതല്ല, ആദർശിന്റെ കഴിവ് കൊണ്ട്, ആ കൃത്യനിഷ്ഠ. ഏറ്റവും ദൂരത്തു നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. ചെങ്ങന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന ഈ ആദർശിനെ ഈ നിലയിൽ എത്തണം എങ്കിൽ ആദർശിന്റെ ആ ഡിസിപ്ലിൻ, AIPT കൊടുക്കുന്ന ആ ഡിസിപ്ലിനും ട്രെയിനിങ്ങിന്റെയും മുഖ്യ ഘടകമാണ്. ഇനി മറ്റു കാര്യങ്ങൾ ആദർശ് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യും. എനിക്ക് ഇന്നപോലെ ആർമി ചേരാനായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ തടിയും അന്നത്തെ വെയിറ്റോ കാരണം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്ക് ആർമി ചേർന്നാൽ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഫിസിക്കലൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് നല്ല പാടായിരുന്നു. അതുപോലെ തന്നെ അച്ഛനും ചേട്ടനും ഇന്നപോലെ ചേട്ടന്റെ കാര്യം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അവിടെ AIPTയുടെ ബോർഡ് കണ്ടു. അവിടെ കയറി ഇങ്ങനെ തീരുമാനിച്ചു, എനിക്ക് അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ വന്ന് ജോയിൻ ചെയ്തതായിരുന്നു. അന്നൊക്കെ നല്ല തടിയായിരുന്നു. സാറ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല വണ്ണമായിരുന്നു. ട്രെയിനിങ് എടുക്കാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു. സാറ് പിന്നെ എന്നെ മാക്സിമം പുഷ് ചെയ്തു. അവിടുത്തെ എൻ്റെ സ്റ്റാഫാണെങ്കിലും എൻ്റെ കൂട്ടുകാരാണെങ്കിലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ എന്നെ പുഷ് ചെയ്താണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ആർമിയിലേക്ക് സെലക്ഷൻ ആയി നിൽക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ എക്സാമും എൻ്റെ ഫിസിക്കലും എല്ലാം നോക്കിയ എൻ്റെ FPT ആണ്. FPTയോട് എനിക്ക് വളരെ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് ഇനിയും വരുന്ന ഫ്യൂച്ചർ ജനറേഷനോടാണ്. നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും നിങ്ങൾക്ക് AIPT എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടെ ട്രെയിനിങ്ങും ഫിസിക്കലും അക്കാഡമിക്കും ഉള്ള എല്ലാ ക്ലാസ്സും നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. അവിടെ മാക്സിമം നമ്മൾ പഠിക്കുക. നമ്മളെ ഇതുപോലെ നമ്മുടെ വേണു സാറിനെ പോലുള്ള കുറേ അധ്യാപകരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മിസ്സിനെ പോലുള്ള കുറേ ടീച്ചർമാരുണ്ടെങ്കിലും നമുക്ക് ഏതൊരു എക്സാമും നമുക്ക് നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാം. പിന്നെ അവിടുത്തെ ഫിസിക്കലാണെങ്കിലും നമുക്ക് യാതൊരു പേടിയും കൂടാതെ നമുക്ക് ഫിസിക്കലും അക്കാഡമിക്കും എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കാരണം നിങ്ങളെല്ലാവരും AIPT മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നല്ല പൊസിഷനിലേക്ക് എത്താൻ ശ്രമിക്കുക.